ഇതാരാടേ മുഖത്ത് 3 മീശകളെ? നീ മീശക്ക് കൊടുക്കുന്നത് ആരാടാ എന്റെ ഭാര്യയെ പിച്ചി കീറി വലിച്ചു കീറുമെന്ന് പറഞ്ഞത്? ഞാനാ മര്യാദക്കല്ല അതൊന്നും ചെയ്യാൻ അപ്പുറത്തോ ചെയ്യും. നിനക്ക് ഞാൻ ആരാന്നറിയാമോടാ? അറിയാം. ആ കൂറ ലോട്ടറി കച്ചവടക്കാരത്തിയുടെ 1 മണിക്കും പോകാത്ത കിഴങ്ങനായ ഭർത്താവ് അറിയാടി. ചെല്ലങ്ങോട്ട്. എനിക്കാണ് ദേഷ്യം ഒന്ന് ആകെ മൊത്തം വിറച്ചിരിക്കുക. അവനോട് പറഞ്ഞേരാ അവനോട്. ഓ ഇങ്ങനെ നിന്ന് വിറക്കല്ലേ. അയാൾ വിചാരിക്കുക അയാളെ കണ്ടിട്ട് പേടിച്ചിട്ടാണ്. ചെന്നങ്ങോട്ട് ചോദിക്കും മനുഷ്യ. നിന്റെ ഈ വളവള സംസാരിക്കണ ഭാര്യ വിളിച്ചിട്ട് പോടാ അവിടുന്ന്. ആരാടോ വളവളാന്ന് സംസാരിക്കണേ? ആരാടോ വളവളാന്ന് സംസാരിക്കണേ? എടാ മനുഷ്യ നിങ്ങൾ കേട്ടില്ലേ ഞാൻ വളവളാന്ന് സംസാരിക്കണേ? പറ ഞാൻ വളവളാന്ന് സംസാരിച്ചോ? വളവളാന്ന് സംസാരിച്ചോ? എന്റെ മുടിഞ്ഞ വളവള നിർത്താമോ? പോയി സംസാരിക്കണോ? ഞാൻ ചോദിക്കാൻ വന്നല്ലേ. ചെന്നോട് കൊടുക്ക്. മാറും. ഇനി ഇവിടെ നമ്മൾ 2 പേരിൽ ഒരാൾ മതി. ഞാൻ മാത്രം മതി. നീ പൊക്കോ. നീ ഒരു കാര്യം ചെയ്യ്. ധൈര്യമായിട്ട് അവിടെ ലോട്ടറി കച്ചവടം നടത്തുക. ഇവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. നടത്തടി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ബിസിനസ് നടത്തുന്ന സ്ഥലത്തൊന്നും കച്ചവടം ചെയ്യില്ല. എനിക്ക് ദേഷ്യം വന്നത് ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞാനിവിടെ കച്ചവടം നടത്തിയ താൻ എന്തോ നിന്റെ കച്ചവടം നടത്തിക്കാൻ ഇന്ന് വരെ ഞാൻ അവിടെ ദേഹത്ത് തൊട്ടിട്ടില്ല. അപ്പൊ നീ അവിടെ ദേഹത്ത് കൈവെക്കാം. ഒരു മിനിറ്റ് ഒരു കാര്യം എന്താ പറ. ഒന്ന് തിരിഞ്ഞു. ഇതെന്തിനാന്നറിയാവാ? ഇല്ല നാണ ഇല്ലടാ നിനക്ക്? ഇന്ന് വരെ ഇവിടെ മേത്തൂടായിരിക്കാൻ. ഞാൻ നീ ഒരു ആണാണോടാ? ഇനി നീ തുടങ്ങിക്കോ. പെണ്ണു ആണും കൂടെ തല്ലല്ലേ. എനിക്ക് ഞാൻ പൊക്കോളാം. അങ്ങനെ ശരിയല്ല. ഭർത്താവിനെ കൊണ്ടുവന്ന് കച്ചവടക്കാരനെ തല്ലിക്കാൻ മര്യാദ. ഇത് നീയായിട്ട് ഇപ്പൊ എന്തിനാണ് ബാക്കി വെച്ചേക്കണ? കത്തിക്കുന്ന് പറഞ്ഞിരിക്കല്ലേ, അതങ്ങനെ കത്തിക്കണ. അതിന്റെ ആവശ്യമില്ല. ഞാനൊരു വാക്ക് പറഞ്ഞ അത് വാക്കാണ്. ഞാൻ എന്താ പറഞ്ഞ, ഇന്ന് 3 മണിക്ക് മുന്നേ ഈ തട്ടിലൊരു അടി നടന്നില്ലെങ്കിൽ ഈ കട കത്തിക്കൊന്നല്ലേ. ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഒരു പൂര അടി നടന്നില്ലേ, പിന്നെ ഞാൻ എന്തിനീ കട കത്തിക്കണം? അമ്മ